ദൈവത്തിന്റെ നാമപ്പെടുമാറാകട്ടെ. Praise be to God's holy name. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവമായി ദൈവത്തിന് മുമ്പിൽ ആയിരിക്കാൻ തക്കോണം ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. I thank and praise God for giving me another opportunity to stand before the assembly of God with the word of God. അതിനായി അവസരം തന്ന ദൈവസഭയോടുള്ള നന്ദിയും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. I'd like to thank the members of the assembly who have given me this opportunity as well. എത്ര പ്രാവശ്യം മെസ്സേജ് കൊടുത്താലും ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേനും കൈകാലും എപ്പോഴും വിറയ്ക്കും. Regardless of how many times I have done the sermon over here, when I am here in front of you, my legs do tremble. എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. But trusting in God and prayerfully, let us be in His presence. ഇന്നത്തെ വചനധ്യാനത്തോടനുബന്ധിച്ച് യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 4ഉം 5ഉം വാക്യം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. For today's meditation, please turn with me to the Gospel according to John, chapter 15, verses 4 and 5. എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയില്ലാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പ്രിയങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, തിരുനാമത്തിനായിട്ട് അടിയങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ അങ്ങയുടെ വചനവുമായി നിൽപ്പാൻ തക്കോണം ദൈവമേ അങ്ങ് കൃപ തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ അങ്ങ് കർത്താവ് അടിയങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ ദൈവകൃപയും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ സംസാരിക്കുവാനും കർത്താവെ പ്രിയ മകനെ കർത്താവ് ട്രാൻസ്ലേറ്റ് ചെയ്യുവാനും വേണ്ട നല്ല കൃപകളും നൽകണമേ. കർത്താവെ അത് അടിയങ്ങൾ കർത്താവെ അങ്ങയുടെ വചനം കേൾക്കുവാനും കർത്താവെ അങ്ങയുടെ നാമത്തിനായി ജീവിക്കുവാനും ദൈവമേ അടിയങ്ങൾ ഓരോരുത്തരെയും ദൈവമേ അത് മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുറവുകളൊക്കെ ക്ഷമിക്കണമേ. മഹത്വമെല്ലാം അങ്ങ് എടുക്കണമേ. സകലമാനം മഹത്വം പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുന്നു. സകല അടിയങ്ങളുടെ രക്ഷിതാവും കർത്താവങ്ങളുടെ പ്രിയപുത്രനുമായ ക്രിസ്തുയേശുവിന്റെ വലിയൊരു നാമത്തിൽ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേട്ട് ഉത്തരം കണ്ടുമാറാകണമേ സ്വർഗ്ഗീയ പിതാവേ. നാം വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വാക്യമാണ് നാം വായിച്ചു കേട്ടത്. The verse that we read is a very familiar one to us. ഇന്നത്തെ ചിന്താവിഷയം അവനിൽ വസിപ്പിൻ എന്നതാണ്. Today's topic would be abiding in Him. അവനിൽ വസിക്കുക എന്ന് പറയുമ്പോൾ അതൊരു മതപരമായിട്ടുള്ളൊരു കാര്യമോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയോ അതല്ല. When we say abiding in Him, it is not a religious thing or something that is of a work. അതൊരു ആത്മീയ സ്ഥാനമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. That is a spiritual position that has been given to us. അത് ദൈവം നമുക്ക് തരുന്ന ഒരു ആത്മീയ സ്ഥാനമാണ്. That has been a spiritual position that has been given to us by God. ഇവിടെ നാം കാണുന്നത് കർത്താവ് നമ്മളെ ഒരു ആത്മീയ സ്ഥാനത്തിലേക്ക് ക്ഷണിക്കുകയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. We see our Lord is inviting us to a spiritual position. ഇവിടെ കർത്താവാണ് അവിടെ പറയുന്നത് എന്നിൽ വസിപ്പിൻ. Here we see this is the words of our Lord saying abide in me. എന്നിൽ വസിക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഏത് രീതിയിലാണ് അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്? How do we understand this sentence, abide in me? നമുക്ക് അറിയാം, നമ്മളൊരു ഭവനത്തിൽ താമസിക്കുമ്പോൾ അത് രണ്ട് രീതിയിൽ നമുക്ക് തരം തിരിക്കാനായിട്ട് കഴിയും. When we live in a house, we can consider it in two ways. ഒരു പക്ഷേ നമുക്കത് ഒരു നാം നമ്മുടെ സ്വന്തം ഭവനത്തിൽ താമസിക്കുന്നുണ്ട്. We can consider it as us living in our own house. അതുപോലെ ഒരു ഗസ്റ്റ് ആയിട്ട് ഒരു ഭവനത്തിൽ താമസിക്കുന്നതും ഒരു നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. As well as living in another house as a guest. എന്നാൽ ഇവിടെ കർത്താവ് എന്നിൽ വസിപ്പിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടത് അത് ഏത് രീതിയിൽ വസിക്കുവാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. What we must consider over here is when our Lord says abide in me, what level is He talking about? സ്വന്തം ഭവനത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തിയെ പോലെയാണ് താൻ നമ്മളെ ക്ഷണിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. We can see that He is inviting us to abide as we do in our own house. നമ്മുടെ സ്വന്തം ഭവനത്തിൽ താമസിക്കുമ്പോൾ നമുക്ക് എല്ലാവിധമായിട്ടുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. When we abide in our own house, we have
great freedom. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ഇപ്പം പറയുകയാണെങ്കിൽ, If I am giving an example for this, ഞാൻ എൻ്റെ ഭവനത്തിൽ താമസിക്കുമ്പോൾ എനിക്ക് അവിടെ എല്ലാ മുറികളിലും എനിക്ക് ഒരു സ്വാതന്ത്ര്യമുണ്ട്. when I live in my own house, I have access to all the rooms of the house. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഞാനിപ്പോൾ ഒരു സ്റ്റീവിന്റെ വീട്ടിൽ ഞാനിപ്പോൾ താമസിക്കാൻ വരികയാണെങ്കിൽ, If I am coming to Steve's house to stay, ഒരു പക്ഷേ സ്റ്റീവ് എനിക്കൊരു ഒരു മുറി എനിക്ക് താമസിക്കാനായിട്ട് ഗസ്റ്റ് ആയിട്ട് വരുമ്പോൾ തരും. Steve will prepare a room for me as a guest when I come to stay at his place. എനിക്ക് അവിടെ മാത്രമേ ഉള്ളൂ ഒരു സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ. I would only have freedom to that room. അതിനപ്പുറത്തോടുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്ക് ലഭിക്കുകയില്ല. I would not be able to have freedom beyond that room. അതുപോലെയാണ് കർത്താവ് നമ്മളെ ക്ഷണിക്കുമ്പോൾ സ്വന്തം ഭവനത്തിലേക്കാണ് നമ്മളെ ക്ഷണിക്കുന്നത്. But we see that our Lord, when He is inviting us to abide as in our own household. അവിടെ പൂർണ്ണമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് അവിടെ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. We see we have full freedom there. അവിടെ പറയുന്നത് എന്നിൽ വസിപ്പിൻ ഞാൻ നിങ്ങളിലും വസിക്കും. And it is said in verse 4, abide in me and I in you. അവിടെ നമുക്ക് കാണാൻ കഴിയും പൂർണ്ണമായിട്ടുള്ള ഒരു ദൈവിക ആശ്രയത്തിന്റെയും, we see a picture of great trust in God, അതുപോലെ ഒരു പൂർണ്ണ വിജയം പ്രാപിക്കുന്നതിന്റെയും and victory. അതുപോലെ ഒരു സമൃദ്ധമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് ദൈവം ആഹ്വാനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And we can see an exhortation to fruitful living. പക്ഷേ ഈ ലോകത്തിന്റെ ജീവിതം എന്ന് പറയുമ്പോൾ, but when we see about worldly life, സ്വയം പരിശ്രമത്തിന്റെയും it is a matter of self effort. അതുപോലെ നിരന്തരമായിട്ടുള്ള ഒരു പ്രയത്നത്താലുമാണ് ഈ ലോകത്തിലെ ജീവിതം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And we can see that it's a ongoing effort that we need to take to live in this world. എന്നാൽ ദൈവം നമ്മളെ ക്ഷണിക്കുമ്പോൾ ഒരു ഉന്നതമായ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. But when we see the Lord is inviting us, He is inviting us to a great reality. ദൈവം നമ്മളെ ആ സന്നിധിയിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുകയാണ്. And He has made us firm in that position. അതുപോലെ അവന്റെ വചനത്താൽ നമ്മളെ നിരന്തരമായി നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And we can see Him lead us according to His word. ഇവിടെ വായിക്കുമ്പോൾ എന്നിൽ വസിപ്പിൻ ഞാൻ നിങ്ങളിലും വസിക്കും, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടുള്ള നിങ്ങൾക്ക് കഴിയില്ല. In verse 4 we read, abide in me and I in you, as the branch cannot bear fruit of itself unless it abides in the vine, neither can you unless you abide in me. അതുപോലെ അതിന്റെ 5-ാം വാക്യത്തില് ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളാകുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് അവിടെ വായിക്കുന്നുണ്ട്. In verse 5 we read, I am the vine, you are the branches. He who abides in me and I in him bears much fruit, for without me you can do nothing. ഇവിടെ കർത്താവ് തന്റെ രാജ്യത്തിന്റെ സത്യത്തെയാണ് വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. Here we can see our Lord is revealing the truth of His kingdom. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി ഫലം കായ്ക്കുവാനായിട്ട് അല്ലെങ്കിൽ പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുകയില്ല എന്ന് അവിടെ പറയുന്നുണ്ട്. Here we see in verse 4 that the branch cannot bear fruit of itself unless it abides in the vine. അതുപോലെ തന്നെ ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറണമെങ്കിൽ കർത്താവിനെ കൂടാതെ അത് പൂർണ്ണമായി പുറപ്പെടുവിക്കാനായിട്ട് കഴിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. And we are able to understand in this context that it is impossible to fulfill the will of God in our life without the Lord. അത് പച്ചയായ ഒരു പരമാർത്ഥമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. That is a clear truth. ആത്മീയമായ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. If we are to bear spiritual fruits, we need the Lord to abide in us. ക്രിസ്തു വസിച്ചില്ലെങ്കിൽ അത് പ്രയത്നം അത് വ്യർത്ഥമായി തീരുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. We can see that if the Lord does not abide in us, our efforts are in vain. വസിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഫലം പുറപ്പെടുവിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. And if the Lord abides in us, we see that our life will be bearing fruit. ഇതോടനുബന്ധിച്ച് ഒരു വേദഭാഗം വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. Let us turn in this relation to 2 Chronicles chapter 20 verse 17. You will need
You will not need to fight in in this battle. Position yourselves, stand still, and see the salvation of the Lord, who is with you, O Judah and Jerusalem. Do not fear or be dismayed. Tomorrow go out against them, for the Lord is with you. ഈ സത്യം വളരെ ശക്തമായി ഈ രീതിയിൽ ഇവിടെ വിവരിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. We can see this truth is being presented strongly over here. ഇവിടെ ദൈവം അവിടെ പറയാണ് ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് അവിടെ ദൈവം അവരോട് സംസാരിക്കുകയാണ്. In the first part of this verse, we see God telling them, you will not need to fight in this battle. എന്നാൽ നിങ്ങളുടെ പൊസിഷൻ എടുക്കുക. അവിടെ ഇംഗ്ലീഷിൽ അങ്ങനെയാണ് നാം വായിക്കുന്നത്. But in English we read after that, position yourselves. അതുപോലെ നിങ്ങൾ സ്ഥിരമായി നിൽക്കുക. Stand still. യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ നിങ്ങൾ കാണും എന്ന് അവിടെ നാം വായിക്കുന്നുണ്ട്. And see the salvation of the Lord who is with you. അത് എങ്ങനെയാണ് ലഭിച്ചതെന്ന് നാം കണ്ടു. And we saw how that position was attained. അവരുടെ വിജയം അവരുടെ ശക്തിയിൽ നിന്നല്ല അവർ പുറപ്പെട്ടത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. And we see that their victory was not because of their own strength. അവരോട് ദൈവം പറഞ്ഞത് നിങ്ങളുടെ പൊസിഷൻ എടുക്കുക, അതുപോലെ നിങ്ങൾ സ്ഥിരമായി നിൽക്കുക എന്നാണ് ദൈവം അവരോട് പറഞ്ഞത്. What God is telling them is to position themselves and to stand still. അവർക്ക് പ്രത്യേകമായിട്ടുള്ള യുദ്ധത്തിനായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഒന്നും അവർക്കില്ലായിരുന്നു. They did not have a strategy for war. അവർ ശക്തിയിൽ കുറവുള്ളവരായിരുന്നു. They were weak in their army. അവർ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ 20-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. And in chapter 20 we see them standing in a helpless state. നമുക്കറിയാം അവരുടെ എണ്ണത്തിലും വളരെ കുറവായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And we know that they were not great in number either. എന്നാൽ അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. But we see them trusting in God and obeying what he has to say. അത് മുഖാന്തരം അവർക്ക് ലഭിച്ച വിജയം നമുക്ക് ആ അധ്യായത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. And in this chapter itself we see the victory that they got due to that. അവനിൽ വസിക്കുമ്പോൾ നാം ആയിരിക്കേണ്ട സ്ഥാനത്ത് അവൻ നമ്മളെ കൊണ്ടുവരും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. We see when we abide in God, he will bring us to the position that we need to be in. അവിടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. We see God fighting our battle for us. ദൈവം നമ്മളിലൂടെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. We see God speaking to us. അവന്റെ ശക്തി നമ്മളിലൂടെ പുറപ്പെടുവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And we will see him displaying his strength through us. നാം അവനിൽ വസിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മിൽ ഉണ്ടാവേണ്ട ബോധ്യം എന്താണ് എന്ന് നാം അപ്പോസ്തല പ്രവർത്തികൾ 17-ാം അധ്യായത്തിന്റെ 28-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. We see in Acts of the Apostles chapter 17 verse 28 what we need to be mindful of when we abide in our Lord. നമുക്ക് ആ ദൈവത്തിൽ നമുക്ക് എന്ത് ബോധ്യമാണ് ഉണ്ടായിരിക്കേണ്ടതെന്ന് നാം ആ ഭാഗത്ത് നാം കാണുന്നു. We see what we need to be mindful of. Acts 17 verse 28. For in him we live and move and have our being, as also some of your own poets have said, for we are also his offspring. We live and move. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. For in him we live and move and have our being. അത് മുഖാന്തരം നമ്മൾ ക്രിസ്തുവിന്റെ വചനം അത് സമൃദ്ധമായിട്ട് വസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. We seeing the word of God being fruitful in us through this. അത് നമ്മുടെ ചിന്തകളെ രൂപപ്പെടുത്തുകയും it forms our thinking നമ്മുടെ തീരുമാനങ്ങളെ അത് നയിക്കുവാനും ഇടവരുത്തും. and leads our decision making. നമ്മുടെ പ്രാർത്ഥന അത് ദൈവത്തിന്റെ ഹിതത്തിനൊത്തവണ്ണം ആയി തീരുകയും ചെയ്യും. And our prayers will be according to the will of God. അത് ദൈവത്തിന്റെ ഹിതത്തിനൊത്തവണ്ണം അത് അലൈൻമെന്റ് ആണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. We can see our thoughts are aligned with the will of God. അവനിൽ വസിക്കുമ്പോൾ നമ്മുടെ ഭയത്തെ ദൈവം നീക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. When we abide in God, we see our fear is no more. ആ ഭയത്തിന്റെ ശക്തി നമ്മളിൽ നിന്ന് കുറയും.
And the strength of that fear has also diminished. അതുപോലെ നമ്മുടെ ലക്ഷ്യം അത് വ്യക്തമായി തീരുകയും ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. And our goal becomes clear to us. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും അത് ദൈവത്തിന്റെ ഹിതത്തിനൊത്തവണ്ണം അത് പൂർണ്ണമായും അലൈൻ ആകുന്നത് നമുക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. And we see all aspects of our life being aligned to the will of God. ഇവിടെ നാം ഈ 2 ദിനവൃത്താന്തം 20:17 നാം വായിച്ചപ്പോൾ What we read in 2 Chronicles chapter 20 verse 17 is അവര് ആ ദൈവത്തിൽ വസിക്കുന്ന അല്ലെങ്കിൽ ആ ദൈവവുമായിട്ട് ചേരുന്ന ഒരു കാഴ്ച നാം അവിടെ കാണുന്നുണ്ട്. We see them abiding in God and joining together with Him. കാരണം അവർക്ക് മറ്റൊരു സാഹചര്യം അവർക്ക് ഇല്ലായിരുന്നു. We see that they did not have any other option in front അവർ of them. വളരെ ഭയത്തോടെ ആയിരുന്ന ഒരു അവസ്ഥയാണ് നാം അവിടെ കാണുന്നത്. They were in great fear at the time. ആ സമയത്ത് ദൈവത്തിൽ അവർ ആശ്രയിച്ചു. At that time, they trusted in God. അപ്പോൾ അവർ ദൈവത്തിൽ വസിച്ചപ്പോൾ അവരുടെ തുടക്കം എന്നത് അവർ പൊസിഷൻ എടുക്കുകയായിരുന്നു ചെയ്തത് നമുക്ക് കാണാനായിട്ട് കഴിയും. We see when they trusted in God and abided in Him, the first thing that they did was to position themselves. ദൈവം അവരെ ആ സ്ഥലത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ട് വരുത്തി. God has brought them to that place. അവർ ആ യുദ്ധത്തിനായിട്ട് അവർ പുറപ്പെട്ടു. They prepared for that war. പക്ഷേ അവരോട് യുദ്ധം ചെയ്യണ്ട എന്ന് ദൈവം പറഞ്ഞു. But God is telling them, you will not need to fight in this battle. ദൈവം അവിടെ പ്രവർത്തിക്കുന്ന കാഴ്ച നാം അവിടെ കാണുന്നുണ്ട്. We see God is working over there. നാം എവിടെയാണ് നിൽക്കേണ്ടതെന്ന് ദൈവം നമ്മളെ കാണിച്ചു തരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. We know that God will tell us where we need to position ourselves. ഇവിടെ ദൈവം നേരെ പോയി യുദ്ധം ചെയ്യുവാനായിട്ട് അവരോട് പറഞ്ഞില്ല. We see that God is not instructing them to go straight into battle. അവരോട് ആ ഒരു പൊസിഷൻ, ടേക്ക് യുവർ പൊസിഷൻ എന്നാണ് ദൈവം അവരോട് പറഞ്ഞത്. But merely God is telling them just to take their position. അവർ എന്ത് ചെയ്തു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല. It is not on the basis of what they did. അവരുടെ സ്ഥാനം എവിടെയാണ് ഉറപ്പിച്ചത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ വിജയത്തിന്റെ ആരംഭം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. We see the beginning of their victory is based on where they position themselves. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രവൃത്തികളല്ല, നമ്മുടെ വിജയത്തിന്റെ തുടക്കം അത് ക്രിസ്തുവിനുള്ള അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ് അത് ആരംഭിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. And we understand this, that it is not from our works but from the foundation of our Lord Jesus Christ that is the beginning of our victory. അവനുമായിട്ടൊരു അലൈൻമെന്റ് ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. Therefore it is important to be aligned with our God. നാം യഥാസ്ഥാനത്ത് നിൽക്കുമ്പോൾ നമുക്ക് അവന്റെ പ്രവർത്തികൾ നമുക്ക് കാണാനായിട്ട് കഴിയും. And we see that when we stand still in His presence, we are able to see His works. അവന്റെ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുമ്പോൾ നമുക്ക് ദൈവത്തിൽ വളരെ സമാധാനം ഉണ്ടാകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. And when we see His works fulfilling in our life, we will see that we have great peace. നമ്മുടെ വിശ്വാസത്താൽ, through our faith, നമ്മുടെ അനുസരണത്താൽ, through our obedience, നമ്മുടെ സമർപ്പണത്താൽ, through our surrender, നമുക്ക് ആ യഥാസ്ഥാനത്തേക്ക് നിൽക്കുവാനായിട്ട് സാധിക്കും. we will be able to stand still in His presence. ഇന്ന് വിശ്വാസികളും നമ്മൾ പലപ്പോഴും ഞാൻ ഉൾപ്പെടെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ നാം ഫൈറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. As believers, it is a point where we all struggle, where we battle in unnecessary situations. ഫൈറ്റ് എന്ന് ഉദ്ദേശിച്ചത് വഴക്കുണ്ടാക്കുന്നതല്ല ഉദ്ദേശിച്ചത്. When I said fight, I did not mean that we fight literally. നമ്മുടെ ജീവിതത്തിലെ ആവശ്യമില്ലാത്ത നമ്മുടെ ടെൻഷൻസ് അല്ലെങ്കിൽ നാം ആവശ്യമില്ലാതെ എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ അതിൽ നാം സ്ട്രഗിൾ ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. We see that we are struggling in our tensions and in our personal battles. പക്ഷേ ദൈവം വളരെ വ്യക്തമായിട്ട് അവിടെ നമ്മളോട് ഇൻസ്ട്രക്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. But the instruction of the Lord is clear in this matter. Stand still എന്ന് ദൈവം അവിടെ വളരെ വ്യക്തമായിട്ട് ഈ ഭാഗത്ത് നമുക്ക് പറയുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. And we see very clearly written, stand still. സ്റ്റാൻഡിങ് സ്റ്റിൽ എന്ന് പറഞ്ഞാൽ അത് നാം ഒന്നും ചെയ്യാതെ നിൽക്കണം എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. When it's written stand still, it does not mean that we do not have to take any action. നമുക്കറിയാം നമ്മുടെ ജോലികൾ നമുക്ക് തന്നിട്ടുള്ള ടാസ്ക് അത് പൂർത്തീകരിക്കേണ്ട ആവശ്യമാണ്. While we are at work, we are still required to finish our tasks. സ്റ്റുഡൻസ് ആണെങ്കിൽ അവരുടെ അസൈൻമെന്റ്സ് പൂർത്തിയാക്കേണ്ടത് ആവശ്യമാണ്. As students, we need to complete our assignments. അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന ജോലികൾ
ജോലികൾ അത് പൂർത്തീകരിക്കേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. And whatever duty that has been assigned to us, it is important to complete it. അതുകൊണ്ട് സ്റ്റാൻഡിങ് സ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ നിൽക്കുന്ന ഒരു അവസ്ഥയല്ല. Where it's mentioned stand still, it does not literally mean us to stand still. അത് ദൈവത്തിൽ നമുക്ക് ഉണ്ടാകേണ്ട ഒരു കോൺഫിഡൻസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാകണം. It is a mere depiction of the confidence that we need to have in God. അവന്റെ ശക്തിയും അവന്റെ സാന്നിധ്യവും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ കോൺഫിഡൻസ് ആണ് നമുക്ക് ഉണ്ടാകേണ്ടത്. The confidence that we need to display is that of having God with us and His strength with us. അവൻ നമ്മിൽ വസിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്നുള്ള ആ കോൺഫിഡൻസ് ആണ് നമ്മൾ ഉണ്ടാകേണ്ടത്. We need to be filled with the confidence that when God is abiding in us, He will fight our battles. നാം അവനിൽ വിശ്വസിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാനുള്ള അവസരമാണ് നാം ഒരുക്കി കൊടുക്കുന്നത്. When we have faith in God, it means that we are giving Him an opportunity to fight our battles. നാം അവനിലാണ് ഉറച്ചു നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. And we are standing still in Him. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭയം അത് അവനിൽ വസിക്കുമ്പോൾ അത് മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And therefore we do not have any reason to fear, and it moves away. അവിടെ നമുക്ക് അവന്റെ സാന്നിധ്യം നമുക്ക് രുചിച്ചറിയുവാനായിട്ട് കഴിയും. And we are able to experience His presence in that situation. നമ്മളും ഉണ്ട് എന്നുള്ള ആ ബോധ്യം നമുക്ക് ഉണ്ടാകും. And we get that knowledge that God is with us at all times. നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. And we know the Lord has told us that He is there with us throughout the end of time. അതുകൊണ്ട് തന്നെ നാം അവനിൽ ആശ്രയിക്കുകയും ആ ക്രിസ്തുവിൽ നമുക്ക് പൂർണ്ണ പ്രത്യാശ വെക്കുകയും ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. And therefore we can trust in this Lord and keep our hope in Him. നാം ക്രിസ്തുവിലായിരിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും അവൻ യുദ്ധം ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും അത് വിജയം കാണുകയും ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. And from this we can understand that when we abide in Him, we see our God will fight our battles, and when He does fight our battles, He will surely be victorious. അവിടെയാണ് നാം ആ ദൈവത്തിലുള്ള ആശ്രയത്തിൽ വിജയം കണ്ടെത്തുന്നത്. And that is where we find victory in the trust that we place on God. നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ് സങ്കീർത്തനം 91:1 മുതലുള്ള വാക്യങ്ങൾ. A familiar portion to this is Psalms chapter 91 verses 1 and 2. He who dwells in the secret place of the Most High shall abide under the shadow of the Almighty. I will say of the Lord, He is my refuge and my fortress. My God, in Him I will trust. ഇവിടെ നാം കാണുന്നുണ്ട്, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് പറയുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. And we see that this is a psalm of a person who is dwelling in the secret place of the Most High. അവൻ യഹോവയെ കുറിച്ച് പറയുന്നു, അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. In verse 2 we read, He is my refuge and my fortress, my God, in Him I will trust. അതിന്റെ ബാക്കിയുള്ള വാക്യങ്ങളെല്ലാം ആ ദൈവത്തെ കുറിച്ച് നാം ആശ്രയിക്കുന്ന ദൈവത്തെ കുറിച്ചുള്ള ആ മഹത്വമാണ് അവിടെ വർണ്ണിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And in the remaining we see him giving glory to God, abiding in the presence of Him. അവിടെ ഈ സങ്കീർത്തനക്കാരൻ ആ ദൈവത്തിൽ ആശ്വാസം കണ്ടെത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And we see that the psalmist is finding solace in God's presence. അവന്റെ ഭയം നീങ്ങി പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And we see his fear is moving away. അവന്റെ ജീവിതത്തിലെ വിജയം നാം അവിടെ കാണുന്നുണ്ട്. And he is living a victorious life. അങ്ങനെ ആ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ എത്രമാത്രം അവൻ ഉറപ്പായിട്ട് നിൽക്കുന്നതെന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. And when we see that, what we can see is when he is trusting in God, he is able to stand still. നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് തിരിച്ചു വരാം. Let us come back to the gospel according to John chapter 15. അതിന്റെ 7-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്. In verse 7 we read, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കുവിൻ, അത് നിങ്ങൾക്ക് കിട്ടും. അവന്റെ വചനം നമ്മിൽ വസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And in verse 7 we read, My words abide in you. അവനിലുള്ള നമ്മുടെ വാസം നിലനിൽക്കുന്നത് അവന്റെ വചനം നമ്മിൽ വസിക്കുമ്പോഴാണ്. Our abiding in Him will sustain only when His words abide in us. കർത്താവ് അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. And our Lord has spoken very clearly about this. നാം അവനിൽ വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ് അവന്റെ വചനം നമ്മൾ വസിക്കുക എന്നുള്ള കാര്യം. What is a non-negotiable when we say that we abide in Him is that His words will abide in us. ദൈവത്തിന്റെ വചനം നമ്മൾ വസിക്കുമ്പോൾ, ധാരാളമായി വസിക്കുമ്പോൾ
നമ്മുടെ ആഗ്രഹങ്ങൾ അത് ദൈവത്തിന്റെ ഹിതത്തിനൊത്തവണ്ണമായി തീരും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And when we hear that when His words will abide in us, we see that our desires will also be aligned with the will of God. വചനമാണ് നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ അത് രൂപപ്പെടുത്തുന്നത്. And we see that the words that abide in us is what gives form to our thoughts. വചനമാണ് നമുക്ക് വിവേചിക്കാനുള്ള കൃപ നമുക്ക് നൽകി തരുന്നത്. The words give us the right decision making. വചനമാണ് നമുക്ക് കോൺഫിഡൻസ് തരുന്നത്. The words fill us with confidence. വചനമാണ് നമ്മുടെ കോൺഫിഡൻസ് വളർത്തുന്നതും. The word fills us with confidence as well, grows our confidence. അങ്ങനെ നമ്മൾ വചനം വസിക്കുമ്പോൾ അത് നമുക്ക് ആ രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. When the words do abide in us, we are able to pray in that manner to God as well. നമുക്ക് നിരാശയോടെ അല്ല, We do not have disappointment. പ്രത്യാശയോടെ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് ആ വചനം നമ്മൾ വസിക്കുമ്പോൾ നമുക്ക് സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. But we are able to offer prayer of hope when the words abide in us. നമ്മുടെ മനസ്സിനെ അത് പുതുക്കുകയും അതുപോലെ നമ്മുടെ പ്രതീക്ഷകളെ അത് റീഡിഫൈൻ ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. We see that it renews our mind and gives new meaning to our hope. നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും അത് ജൽപ്പനമായി തീരാറുണ്ട്. Sometimes our prayer do become mechanical. എപ്പോഴും നാം ചിലപ്പോൾ സെയിം കാര്യങ്ങൾ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു അവസരം പലപ്പോഴും ഉണ്ടാകാറുണ്ട്, എന്റെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. And it has happened to each of us that our prayers become very repetitive. പക്ഷേ അത് വചനം തമ്മിൽ വസിക്കുമ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. And we see that there is a change to this when the words of God abide in us. കാരണം നമ്മുടെ ആ പ്രതീക്ഷകളും നമ്മുടെ പ്രത്യാശയും അത് കർത്താവിലേക്ക് ചേരുന്ന അല്ലെങ്കിൽ കർത്താവിന്റെ ഹിതത്തിനൊത്തവണ്ണം അലൈൻ ആകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. We see that when the words of God abide in us, our desires and hopes change. അതുകൊണ്ട് അത് മുഖാന്തരം ഒരു ഫലപ്രദമായ ഒരു ജീവിതം നയിക്കുവാനായിട്ടും അതുപോലെ ഫലപ്രദമായിട്ടൊരു പ്രാർത്ഥിക്കുവാനായിട്ടും നമുക്ക് സാധിക്കും. And through that we will be able to live a fruitful Christian life and fruitful prayer in our life. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. In the book of Joshua, chapter 1, verses 8, we read, "This book of the law shall not depart from your mouth, but you shall meditate in it day and night, that you may observe to do according to all that is written in it. For then you will make your way prosperous, and then you will have good success." അവിടെ ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായി തീരും എന്ന് നമുക്ക് അവിടെ വായിക്കാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ ആ ദൈവത്തോടുള്ള ആ അലൈൻമെന്റ് അവിടെ കാണുവാനായിട്ട് കഴിയും. അത് ആ ദൈവത്തിന്റെ വചനമാണ് അത് ദൈവത്തോട് അലൈൻ ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. We see that the book of the law or the word of God is what gives us alignment with what God wants from us. അങ്ങനെ അതുപോലെ തന്നെ സങ്കീർത്തനം 119:105 നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള വാക്യമാണ്. Another familiar portion to us is Psalms chapter 119. 105. Verse 105. "Your word is a lamp to my feet and a light to my path." വചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ ദൈവം നമുക്ക് തരുന്ന ആ ഒരു വിഷൻ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. We see the vision that God is giving us there. നമ്മുടെ വിഷൻ ചേഞ്ച് ആകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. We see our vision is changing. അത് ദൈവത്തിന്റെ വചനമാണ് അതിനെ മുഖാന്തരമാക്കി തീർക്കുന്നത്. And the word of the God is what is causing it to change. അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ വചനം വസിക്കുമ്പോൾ നാം ദൈവത്തോട് കൂടെ കൂടുതൽ ചേരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. We see that we become having a closer relationship with God when the word of God abides in us. അങ്ങനെ നാം ദൈവത്തിൽ വസിക്കുമ്പോൾ അതുപോലെ അവന്റെ വചനം നമ്മൾ വസിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റമാണ് നാം ഇവിടെ കണ്ടത്. The transformation that we saw over here is when
we abide in God and God's word abides in us. നമ്മുടെ ജീവിതത്തിൽ അവ്യക്തമായിട്ടുള്ളത് അത് വ്യക്തമായി തീരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും. And we see a picture of what is unclear to us becoming clear. അതിന് മുഖാന്തരമായി തീരുന്നത് ദൈവത്തിന്റെ വചനമാണ്. And the reason for that is the word of God. അത് നാം അവനിൽ വസിക്കുമ്പോൾ, അവന്റെ വചനം നമ്മളിൽ വസിക്കുമ്പോൾ അവിടെ ആ വ്യക്തത നമ്മളിൽ ഉണ്ടാകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. And that clarity is achieved when we abide in him and God's word abides in us. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നല്ല നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും നമുക്ക് അവ്യക്തതകളുണ്ട്. There are many things that are unclear to us in our life. പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിൽ വളരെ അവ്യക്തതകൾ ഉണ്ടാവും. There might be unclear things in both spiritual life as well as our worldly life. നാം രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പർപ്പസ് നമ്മളെ കുറിച്ച് എന്താണ് എന്ന് നമുക്ക് പലപ്പോഴും നാം മനസ്സിലാക്കാറില്ല. It might often be hard to understand what the purpose of God in our life is when we first come to the saving knowledge. ദൈവം ഓരോ വ്യക്തികളെയും ദൈവം തെരഞ്ഞെടുത്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ഒരു പർപ്പസ് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഉണ്ട് എന്ന് നമുക്കറിയാം. We should understand that if God has chosen and called you to be his child, then he has a purpose for you. അതിന് ദൈവത്തിന്റെ ഹിതം അത് ദൈവം തന്നെ നമ്മളിൽ വെളിപ്പെടുത്തിയെങ്കിലേ അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. And we see that we will only be able to comprehend it if God reveals his will to us. നാം എന്തെങ്കിലും ഒക്കെ കാണിച്ചു കൂട്ടിയാൽ അവിടെ ദൈവത്തിന് മഹത്വം എടുക്കുവാനായിട്ട് കഴിയില്ല. If we do whatever we think is right, God will not be able to take glory in it. അത് ദൈവം നമ്മൾക്ക് മനസ്സിലാക്കി തരുകയും അത് ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ അവിടെ ദൈവം മഹത്വം എടുക്കുകയുള്ളൂ. If God is able to make it clear to us and God works in us, he will be able to take glory in it. ആ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നാം ദൈവത്തിൽ വസിക്കേണ്ടത് വളരെ ആവശ്യമാണ്. If we are to understand the will of God, it is requirement that we abide in him. ദൈവത്തിന്റെ ആത്മാവിലൂടെ നമ്മളിൽ അത് വെളിപ്പെടുത്തി തരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. We see that it will be revealed to us by the Spirit of God that dwells in us. നമ്മുടെ ആത്മീയ കണ്ണ് അതിലൂടെ തുറക്കുമ്പോൾ ദൈവം നമുക്ക് ആ കാഴ്ച നമുക്ക് വ്യക്തമാക്കി തരും. We see that our spiritual eyes will be open to it and it will be clear to us. നമ്മുടെ അവ്യക്തമായുള്ള സാഹചര്യങ്ങളെ അത് ക്രിസ്തുവിൽ വസിക്കുമ്പോൾ അത് മാറി അത് വ്യക്തമായി തീരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And whatever it is unclear to us, when we abide in God, we see it becomes clear. നാം അവ്യക്തമായിരിക്കുമ്പോൾ നാം ദുഃഖിക്കേണ്ട ആവശ്യമില്ല. It is not needed to be sad when it is unclear to us. നാം ദൈവത്തിൽ വസിക്കുമ്പോൾ ദൈവം നമ്മളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആ വ്യക്തതയിലേക്ക് വരുത്തുവാനായിട്ട് അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ ഉദ്ദേശത്തിലേക്ക് വരുത്തുവാനായിട്ട് ദൈവം നമ്മളെ ആ രീതിയിൽ ഒരുക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. We see that when we abide in God, he will hold us near and he will show us the way to make things clear for us. നാം ഒരിക്കലും ഫോഴ്സ്ഫുൾ ആയിട്ട് ഒരിക്കലും ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ ആത്മീയമായ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. There is no requirement to do anything by force in terms of spiritual things. ആ രീതിയിൽ നമ്മളെ ദൈവം വിളിച്ചിട്ടില്ല. God has not called us in that way. നമ്മളെ ഫോഴ്സ്ഫുൾ ആയിട്ട് ഒരു കാര്യം ചെയ്യാനായിട്ടല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. God has not called us to do anything out of force. ദൈവം നമ്മളെ അവനിൽ വസിച്ച് ദൈവം നമ്മളെ ദൈവത്തിന്റെ ഉദ്ദേശം പൂർത്തീകരിക്കുവാനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. What God has called us is to abide in him and to fulfill the purpose that he has for us. അവനിൽ നാം വസിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മളിൽ വസിക്കുമ്പോൾ നാം ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ ദൈവം നമ്മളെ ആ രീതിയിൽ നമുക്ക് പൂർണ്ണമായുള്ള കാഴ്ചപ്പാട് നമുക്ക് തരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. We see that when we abide in him and God's word abide in us, he will give us that clear vision of what he wants to accomplish in our life. അത് അവൻ തക്ക സമയത്ത് അത് പുറത്തു കൊണ്ടുവരും. And in due time he will bring that out of us. അത് ശരിയായ സമയത്ത് ശരിയായ വഴിയിൽ അത് ദൈവം പുറത്തു കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And we see that God will do it in the right time and in the right place. അത് മുഖാന്തരം ദൈവം അത് പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ മഹത്വത്തിനായി തീരുകയും ചെയ്യുമെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. And we can see that it will result in the complete glory of our God. ദൈവം ആ രീതിയിൽ നമ്മളെ ഉയർത്തും. God will raise us in that way. പക്ഷെ അതിലും ഉപരിയായി ദൈവത്തിന്റെ മഹത്വം നമ്മളിലൂടെ അത് മഹത്വപ്പെടും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And we see that God's glory will be revealed in us through that way as well.
അതിനായിട്ട് നാം ആ മുന്തിരിവള്ളിയിൽ നാം ആ കൊമ്പിനോട് ചേരേണ്ടത് എത്രത്തോളം ചേരുന്നോ അത്രത്തോളം ഫലം നമ്മളിൽ നിന്ന് പുറപ്പെടുവിക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And in that same way, we can see as the vine joins to the branch, the same way we need to do so. പ്രിയമുള്ളവരെ, ആ നിലയിൽ നമ്മുടെ ജീവിതം അവനിൽ വസിക്കുവാനായിട്ടും അവന്റെ വചനം നമ്മളിൽ വസിക്കുവാനായിട്ടും നാം ഒരുക്കമുള്ളവരായി ആ ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. In that way, let us prepare our life to abide in God and understand His words in us. അതിലൂടെ ദൈവം നമ്മളിലൂടെ മഹത്വം എടുക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. And through that, may God's name be glorified through us. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, അതിനായിട്ട് നമുക്ക് ഒരുങ്ങി നിൽക്കാം. അവന്റെ വലിയ നാം മഹത്വപ്പെടുമാറാകട്ടെ. Let us pray in that manner. Let us prepare ourselves. May His great name be glorified.